കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഓർഡർ തന്നിട്ടിരിക്കുന്ന ഒരു സാധനമാണ് നൂഡിൽസ്. അപ്പോൾ ഞാനിങ്ങനെ മടിച്ച് മടിച്ച് അങ്ങ് പോവേ. ഇടയ്ക്ക് എന്തെങ്കിലും വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കിയാലേ വീണ്ടും രാത്രി മെനക്കെട്ടി ഓരോന്നും ഉണ്ടാക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഞാനങ്ങ് മടിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ ചപ്പാത്തിയോ പൂരിയോ ഒക്കെ ബാക്കി ഉണ്ടെങ്കിൽ അതിൻ്റെ കറിയും കൂട്ടി ഞാനങ്ങ് കൊടുത്ത് ഒപ്പിക്കുമായിരുന്നേ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു നാളെ എന്തായാലും ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ ചിക്കനിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി കുരുമുളക് എനിക്ക് ലേശേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ഇട്ടില്ല കേട്ടോ. പിന്നെ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് അതിനെ അങ്ങ് പുരട്ടി മാറ്റി വെച്ചു. ഇതിനിടയിൽ അരിഞ്ഞെടുക്കാനുള്ള ക്യാപ്സിക്കവും ക്യാരറ്റും ക്യാബേജും ഒക്കെ അങ്ങ് അരിഞ്ഞ് മാറ്റി വെച്ചേ. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലോട്ട് ഒരു ലേശം ഉപ്പും എണ്ണയും കൂടി ഒഴിച്ചിട്ട് നൂഡിൽസും കൂടി ഇട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അതിങ്ങനെ വാർത്ത് വെക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് പോയി കഴിയുമ്പോൾ അതിനെ തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിൽ മാറ്റി വെക്കണം. ആ സമയത്ത് ഒരു സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ നൂഡിൽസ് എല്ലാം കൂടി അങ്ങ് ഒട്ടിപ്പിടിക്കും കേട്ടോ. പിന്നെ ഞാൻ ചിക്കനൊക്കെ വറുത്തെടുത്തു. ആ എണ്ണയ്ക്കകത്ത് തന്നെയാണ് കുറച്ച് എണ്ണയും കൂടി ഇട്ടിട്ട് ആദ്യം വെളുത്തുള്ളി, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാപ്സിക്കവും ക്യാബേജും ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനിവിടെ നന്നായിട്ട് വഴറ്റിയെടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ ആരും കഴിക്കൂല കേട്ടോ, പിള്ളേർ പ്രത്യേകിച്ച്. പിന്നെ അതിലോട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ചു. പിന്നെ ആ പാക്കറ്റിനകത്ത് തന്നെ ചില്ലി സോസ് ഉണ്ടായിരുന്നു. അങ്ങനെ 2 കവർ ചില്ലി സോസ് ഒഴിച്ചു, കുറച്ച് സോയാ സോസ്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ചില്ലി സോസും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തേ. പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ ആ ചിക്കനെ ഞാൻ ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുത്തിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുന്ന കാര്യമായിരുന്നു കേട്ടോ ഭയങ്കര പാട്. കാരണം ഇവിടെ 2 പാക്കറ്റ് ഇട്ടില്ലെങ്കിൽ തികയൂല. ഒരു പാക്കറ്റ് ആണെങ്കിൽ പിന്നെയും ഞാൻ അടുത്ത ഐറ്റം എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും വിശക്കുന്നെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനിത് 2 പാക്കറ്റ് ഉണ്ടാക്കിയിട്ട് അപ്പുറത്ത് നമ്മുടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്, അപ്പോൾ അവൾക്കും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അപ്പുറത്തെ സൈഡിൽ ഈ ഹക്ക നൂഡിൽസിൻ്റെ പാക്കറ്റിനകത്ത് വേറെ എന്തോ ഒരു മസാലയും കൂടെ ഉണ്ട് കേട്ടോ, അത് ഇടാൻ മറന്നുപോയി. പിന്നെയാണ് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇതിൽ മുട്ട ചിക്കിയതൊക്കെ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ മുട്ട ഇല്ലായിരുന്നു കേട്ടോ. മുട്ട സ്പ്രിങ് ഒണിയനൊക്കെ ഇട്ടാൽ നല്ല കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. പിന്നെ ഉള്ളത് കൊണ്ട് നമുക്ക് ഓണം പോലെ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഇവിടെ ആക്രാന്തം കൂടി.